ഈ ഉള്ളി വിഭവങ്ങളൊക്കെ കൊണ്ടുവന്ന ചാക്കിനകത്ത് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ ഈ തിരുനാവായയിലെ ഈ ഹിന്ദു സന്യാസി സംഗമം ലക്ഷ്യമിട്ടാണ് ഭീകരർ അത് കൊണ്ടുവന്നത് എന്നൊരു നിഗമനത്തിലേക്ക് NIA എത്തുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വാർത്തയോട് പ്രതികരിക്കുന്നത്? വളരെ ദുഃഖവും ആശങ്കയും തോന്നുന്നൊരു വാർത്തയാണിത്. കാരണം ഈ മഹാമാഘം അവിടെ സംഘടിപ്പിക്കാനെ പറ്റി ആലോചിച്ചപ്പോൾ മുതൽ തന്നെ അതിനെ തകർക്കാനും അതിനെ ഇല്ലാതാക്കാനും അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കാനും ചില പ്രത്യേക കോണുകളിൽ നിന്ന് ചില പ്രത്യേക താല്പര്യക്കാർ ശ്രമിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായ വസ്തുത തന്നെയാണ്. അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണിത്. കാരണം ഇന്ന് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്ന എല്ലാവിധമായിട്ടുള്ള ജിഹാദി ശക്തികളുടെയും ലോക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ലക്ഷക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചൊരു വാർത്ത വന്നിരുന്നു. അതാകെ ജനൻ TVയും ദൂരദർശനും മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയാണ്. ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു സംസ്കാരത്തെയും തീവ്രവാദി പ്രവർത്തനങ്ങളിൽ കൂടി അല്ലെ ബോംബ് വെച്ച് തകർക്കാമെന്ന് ചില കോണുകളിൽ നിന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ കടത്തിയത് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ അന്വേഷണം തുടർന്ന് കൊണ്ടുപോവുകയും ഇതിലേക്ക് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ സോഴ്സ് കണ്ടെത്തണം. ഇതിനെ മുളയിലെ നുള്ളിയില്ല എങ്കിൽ കേരളത്തിലെ ഹിന്ദുത്വം വളരെ അപകടകരമായ രീതിയിലേക്ക് പോകുമെന്നുള്ളത് വാസ്തവമാണ്. എല്ലാ രീതിയിലും ഹിന്ദുവിന്റെ സ്വത്വം, ഹിന്ദുവിന്റെ സ്വത്ത്, ഹിന്ദുവിന്റെ സമ്പത്ത് എല്ലാത്തിനെയും കൊള്ളയടിക്കാനും നശിപ്പിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമം ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും ഇത്തരത്തിലുള്ള ശക്തികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ സഹായമില്ലാതെ നടക്കില്ല. ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണമുന്നണിയും പ്രതിപക്ഷവും ഒരേപോലെ തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു. പക്ഷേ ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വീണ്ടും പുതിയൊരു രൂപത്തിൽ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ തന്നെ യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനെപ്പറ്റി NIA ശക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. 2047 ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്ന സാംസ്കാരിക ബോധത്തെയും അതിന് വിഘാതമായി നിൽക്കുന്ന ശക്തികളെയും തകർക്കാൻ ബോംബിനെയും ആയുധങ്ങളെയും അവർ കൂട്ടുപിടിക്കും. അതിനുവേണ്ടി പെട്രോൾ ഡോളർ, വിദേശത്ത് നിന്ന് കോടാനുകോടി രൂപയുടെ പെട്രോൾ ഡോളർ വരും. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം എന്ന് വെച്ചാൽ ജിഹാദി ശക്തികളാണ് കേരളത്തിലെ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ അവർ കടന്നു കയറിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ജനൻ TVക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാനേ നേരം കാണത്തുള്ളൂ. ബാക്കി മാധ്യമങ്ങളൊക്കെ അവരുടേതായ രീതിയിലുള്ള അവരുടെ താല്പര്യപ്രകാരമുള്ള വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ ഭാരതത്തിനെ ആശങ്കപ്പെടുത്തുന്ന, സംസ്കാരത്തെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ കൊടുക്കാൻ മാത്രമേ ജനൻ TV പോലെയുള്ള കേരളത്തിലെ ചുരുക്കം ചില മാധ്യമങ്ങൾക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. അങ്ങനെ അവസരം ഉണ്ടാകരുത്. അതിന് NIAയും എൻഫോഴ്സ്മെന്റ് ഏജൻസിയും ഒക്കെ കൃത്യമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളിലേക്ക് തന്നെ ഇതിന്റെ അന്വേഷണം ചെന്നെത്തിയില്ല എങ്കിൽ വരുന്ന ആളുകളിൽ വളരെ ഭീകരമാണ്. 2047 ആകേണ്ട കേരളം ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ ഒരു അറബി രാജ്യത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളതിന്റെ സൂചനയാണിത്. ഓക്കെ, വളരെ നന്ദി അനിൽ വിളയിൽ. VHPയുടെ നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് കേരളം ഒരു ഇസ്ലാമിക ദേശമാക്കി മാറ്റുവാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമാണ് മലപ്പുറം പോലെയുള്ള ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഈ ഭീകര പ്രവർത്തനം എന്ന വസ്തുത അനിൽ വിളയിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. മലപ്പുറം